ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് sree. അപ്പം ഞാൻ ഇന്നിവിടെ കപ്പ വെച്ചിട്ടുള്ള ഒരു അടിപൊളി 4 മണിക്ക് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 4 മണിക്കും കഴിക്കാം, രാവിലെ ചായയൊക്കെ ഉണ്ടാക്കിയാൽ രാവിലെയും കഴിക്കാം കേട്ടോ. ഞങ്ങളിത് 4 മണിക്കാണ് കഴിക്കണം. അപ്പോൾ നമ്മുടെ കപ്പ ഇതുപോലെ ഞാൻ നന്നായിട്ട് കഴുകി ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾക്ക് വലിപ്പം കൂട്ടിയോ കുറച്ചോ ഒക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലാട്ടോ വേവിക്കുന്നത്. പെട്ടെന്ന് ചെയ്യണ്ടേ, ആകെ 2 മിനിറ്റ് ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവാം. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് കറിവേപ്പില, പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പൊലുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കാം. വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കപ്പ നല്ല വെന്ത് കുഴയണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചെടുക്കാം. ഞാനിവിടെ മൺകലത്തിലാണ് ഉണ്ടാക്കണം. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചതച്ചെടുത്ത ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ടേസ്റ്റ് കിട്ടുന്ന സംഭവമാണ് കുറച്ച് തേങ്ങയും കൂടിയും ചിരകിയത് ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് കൊത്തി ചതച്ച് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെച്ച വറ്റൽമുളക് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് ഇനി വേറെ ഒന്നും ഇട്ട് കൊടുക്കാനില്ല. ഇനി നമ്മുടെ കപ്പ വേവിച്ച് വെച്ചത് ആ സമയം കൊണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. കപ്പയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ലാസ്റ്റ് മിനിറ്റ് ആയി കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ ഇളക്കി തേങ്ങയുടെ മിക്സിങ്ങും ഉള്ളിയും എല്ലാം എല്ലാ ഭാഗത്തും എല്ലാം തന്നെ ഇളക്കി കൊടുത്ത് ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ കറിയൊന്നുമില്ല, നമ്മൾ പപ്പടം പൊടിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കപ്പ ഉലത്തിയത് തിന്നാൻ പോകുന്നത്. പപ്പടവും കൂടി പൊടിച്ചിട്ട് തിന്നുമ്പോൾ ഒരു അടിപൊളി വേറൊരു ഫീലാട്ടോ. നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കും. പപ്പടം പൊടിച്ചിട്ടിട്ട് കപ്പയും കൂട്ടി തിന്ന് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.